Hi friends, welcome to Garam Masala, the magic spices of cooking. കോഴിപ്പത്തിരി or ചിക്കൻ പത്തിരി. ഇന്ന് നമുക്ക് മലബാർ ഡിഷായ കോഴിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു സ്നാക്കായും മെയിൻ ഡിഷായും സെർവ് ചെയ്യാം. ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പത്തിരിക്ക് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി 1 കപ്പ്, ഉപ്പ്, ബോയിലിംഗ് വാട്ടർ. ഫില്ലിങ്സിന് ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ 250 ഗ്രാം, സവാള 2 എണ്ണം വലുത്, വെളുത്തുള്ളി 4 എണ്ണം, ഇഞ്ചി 1 ഇഞ്ച് പീസ്, പച്ചമുളക് 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തെടുത്തത്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, വെളിച്ചെണ്ണ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിക്കണം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് സവാള ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവ ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അവസാനമായി കുറച്ച് മല്ലിയില, കറിവേപ്പില ഇവ കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി റെഡിയാക്കാം. ഒരു വലിയ പാനിൽ അരിപ്പൊടി എടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് 2 പീസാക്കി മാറ്റാം. ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ മാവ് പരത്തിയെടുക്കണം. ഇതിനായി വാഴയിലയോ അലുമിനിയം ഫോയിലോ ഉപയോഗിക്കാം. ഇനി ഒരു പത്തിരിയിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചേർക്കണം. ഇതിന്റെ മുകളിലായി അടുത്ത പത്തിരി വെക്കണം. നന്നായി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഫോയിൽ മാറ്റാം. ഇനി നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ പത്തിരി സ്റ്റീം ചെയ്തെടുക്കാം. ഇത് ഏകദേശം 20 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ പത്തിരി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റീമറിൽ നിന്ന് മാറ്റാം. നമ്മുടെ കോഴിപ്പത്തിരി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. Thank you. Please subscribe.